നമ്മൾ നോക്കുക അഖിലേന്ത്യാ തലത്തിൽ തന്നെ അഴിമതി ഏതാണ്ട് വല്ലാത്ത രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ തമിഴ്നാട് നോക്കിയാൽ ADMKയുടെ കാലത്ത് MGRയുടെ കാലത്തായാലും ജയലളിതയുടെ കാലത്തായാലും അഴിമതി ഒരു സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം കരുണാനിധിയുടെ പ്രായമായ സമയത്ത് അദ്ദേഹത്തെ ചെറുപ്പകാലത്ത് അദ്ദേഹം വലിയ ദിശാബോധമൊക്കെ ജനാധിപത്യ രാഷ്ട്രീയം നൽകിയെങ്കിലും അവസാന കാലത്ത് കരുണാനിധി ദുർബലനാവുകയും കൂടെയുള്ള പല ആളുകളും അഴിമതിക്കാരായി മാറുകയും അവസാനത്തെ കരുണാനിധി ഭരണത്തിലൊക്കെ ഒരുപാട് പേരുദോഷം ഉണ്ടായിരുന്നു. ദേശീയ തലത്തിൽ തന്നെ UPയുടെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പോലും ഒരുപാട് അഴിമതി ആരോപണങ്ങൾ കേട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് DMK. പക്ഷേ സ്റ്റാലിനിലേക്ക് വരുമ്പോൾ വലിയൊരു മാറ്റം വന്നത് ഒരു വശത്ത് കൃത്യമായ ഒരു മതേതര ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ദളിത് പ്രസ്ഥാനങ്ങളെയും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് മതേതര പുരോഗമന പ്രസ്ഥാനങ്ങളെ ദ്രാവിഡ പ്രസ്ഥാനവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് അതിശക്തവും വ്യക്തവുമായിട്ടുള്ള കൃത്യമായൊരു രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ തമിഴ്നാട് വലിയൊരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട്, കാരണം ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ദാരിദ്ര്യത്തിന് അതിജീവിച്ച സംസ്ഥാനമാക്കി മാറ്റി. കാരണം ഞാൻ തമിഴ്നാട് ജീവിച്ച ഒരു മനുഷ്യനാണ്. 40 കിലോ അരി ഒരു മാസത്തിൽ 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ സൗജന്യമായി കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. സാർവത്രികവും എല്ലാവർക്കും സൗജന്യവുമായിട്ടുള്ള റേഷൻ കിട്ടുന്ന അപൂർവ സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്. ആരോഗ്യ രംഗത്ത് ഓരോ MBBS പഠിച്ചിറങ്ങുന്ന ഓരോ വ്യക്തിയും ഗ്രാമപ്രദേശങ്ങളിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പം ദ്രാവിഡ സംസ്കാരം തമിഴ്നാട് ഉണ്ടാക്കി കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജസ്റ്റിസ് പാർട്ടിക്ക് മുമ്പ്, അതായത് ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ആരംഭമായ ജസ്റ്റിസ് പാർട്ടിയുടെ ആരംഭകാലത്ത് തന്നെ അവർ ഉയർത്തിപ്പിടിച്ചതാണ് സ്വാഭിമാനം. ഇന്ന് വിജയ് പോലും പറഞ്ഞത് മനുഷ്യന്റെ അവകാശങ്ങളെ, ഈ അവകാശം എന്ന് പറയുന്നത് സ്വാഭിമാനത്തിൽ നിന്ന് വരുന്നൊരു സാധനമാണ്, ഔദാര്യമല്ല. പലപ്പോഴും ഇടതുപക്ഷ പാർട്ടികളടക്കം കോൺഗ്രസ് അടക്കം മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഈ ഭരണകൂടെ തന്നെ ദാക്ഷിണ്യമോ ഭിക്ഷയോ അല്ല സർക്കാർ കൊടുക്കുന്നത്. അവിടെയാണ് സ്റ്റാലിൻ വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞത്. ഇത് സൗജന്യമല്ല, അവകാശമാണ്. ഈ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഒരു കൾമിനേഷനായിട്ട് ജനങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകിയ, ഒരുപാട് ജനങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായി അവരെ അസർട്ട് ചെയ്യാൻ പഠിപ്പിക്കുകയും അവരെ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്ത ഒരാളാണ് സ്റ്റാലിൻ. അതുപോലെ കീഴാടി പോലെയുള്ള ഉത്ഖനനങ്ങളോട് തമിഴ് സംസ്കാരത്തിന്റെ ആഴവും പരപ്പും ഹിന്ദുത്വത്തിന് ബദലായിട്ട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, തമിഴ്നാട്ടിൽ വലിയ ആന്റി ഇൻകംബൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായി സ്റ്റാലിൻ്റെ ഒരു സദ്ഭരണമായിരുന്നു എന്നുള്ള ലെവലിലുള്ള ജനങ്ങളുടെ ഒരു നരേറ്റീവ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഒടുവിൽ വന്നപ്പോൾ ഇപ്പൊ ഈ വിജയിന്റെ പാർട്ടി അവർ വലിയൊരു ചലനമുണ്ടാക്കി, ചെറിയ കുട്ടികളിലോട് തുടങ്ങിയത് വലിയൊരു ആവേശം മുതിർന്നവരിലേക്ക് പടരപ്പെട്ടു. ഒരു വലിയൊരു രാഷ്ട്രീയ മാറ്റം വന്നു. അതിൽ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിഷാദ് പറഞ്ഞതുപോലെ, അതുപോലെ ജയന്ദ്ര സൂചിപ്പിച്ചതുപോലെയൊക്കെ അഴിമതി ഒരു പ്രശ്നമാണ്. ഇപ്പൊ സ്റ്റാലിൻ മാന്യനാണെങ്കിലും സ്റ്റാലിന്റെ പാർട്ടിയിൽ ഒരുപാട് അഴിമതിക്കാരുണ്ട്. ഇന്ന് സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കോൺഗ്രസിന്റെയും ഇതിന് ഇടതുപക്ഷത്തിന്റെ നേതാവായ MA ബേബി വരെ സൂചിപ്പിച്ചതുപോലെ ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പോലും ജനവിധി അട്ടിമറിച്ചുകൊണ്ട് DMKയും ADMKയും ചേർന്നുകൊണ്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാനുള്ള ശ്രമം ADMK മാത്രമല്ല DMK ഉള്ളതുപോലും ഉണ്ടായി. അവിടെയെല്ലാം കൃത്യമായിട്ടൊരു നിലപാടെടുക്കുകയും ഇപ്രാവശ്യം വിജയം ഭരിക്കട്ടെ എന്ന് സ്റ്റാലിൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സങ്കീർണമായ ലെയറുകളുണ്ട്. നമ്മൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോകാവുന്ന ഒന്നല്ല തമിഴ്നാട്ടിലെ രാഷ്ട്രീയം. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അവസാനമല്ല ഇവിടെ. ഇപ്പൊ നാളെ ആയാലും വിജയനും ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ദ്രാവിഡ രാഷ്ട്രീയം തമിഴ്നാടിന്റെ ജീവിത ഭാഗമാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് നിൽക്കാൻ കഴിയില്ല എന്ന ഒരു നിർബന്ധിതാവസ്ഥ വിജയെ വീഴാത്ത് നിർത്തുമെന്നാണ് ഷാജി പറയുന്നത്.